സോയ ചങ്ക്സ് കൊണ്ടുള്ള കബാബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്ത് വെച്ചേക്കണത്. അതിലേക്ക് ഇത്തിരി ചൂടുള്ള വെള്ളമാട്ടോ ഒഴിക്കണത്. അതെന്താ വെച്ചാൽ കുറച്ച് സോഫ്റ്റായി കിട്ടും വേഗത്തിൽ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സോയ ചങ്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇഞ്ചി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് അരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മിക്സി എടുത്ത് വയ്ക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ അരച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സോയ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം പിഴിഞ്ഞിട്ട്, നല്ലോണം വെള്ളം കളയണം കേട്ടോ, നല്ല ഇറുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് അരയ്ക്കാം. നല്ലോണം ഇറുക്കി പിഴിഞ്ഞോളൂ, അതിൽ വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട. അപ്പോൾ നല്ലോണം പിഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതും ഒന്ന് അരച്ചെടുക്കണം. സോയ ചങ്ക്സ് എല്ലാം പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ നമ്മൾ അരച്ച ഉള്ളിയും ഇഞ്ചിയും സോയയും എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ മൈദയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കണത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. പിന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പൊടികളും മസാല ഒക്കെ ചേർത്തുമല്ലോ നമ്മൾ. ഇനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോൺഫ്ലോറും മൈദ ഇല്ലെങ്കിൽ നമ്മൾ കടലമാവിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ കബാബിൻ്റെ മസാല തയ്യാറായി. എണ്ണ ചൂടാക്കാൻ വെക്കണം ഇപ്പോഴേ തന്നെ. പിന്നെ കൈയൊന്ന് നനച്ചതിന് ശേഷമാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പെൻസിലും വേണം. ഒരു ഉരുള ഉരുട്ടുക. നീളത്തിലുള്ള ഉരുള ഉരുട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത പെൻസിലില്ലേ, അത് നടുവിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കബാബിൻ്റെ ഷേപ്പ് കൊടുക്കാൻ പറ്റും. പെൻസിൽ പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ അടിയിലും മുകളിലും ഒന്നും പൊട്ടാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത്രേ വേണ്ടൂ. അങ്ങനെ തിരിച്ച് നമുക്ക് നല്ല കബാബിൻ്റെ ഷേപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ പെൻസിൽ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ കൈ കൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഒരുവിധം നമ്മുടെ കബാബിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിൽ പതുക്കെ വലിച്ച് ഊരാം. കണ്ടോ, എണ്ണ ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കബാബ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം എണ്ണ നല്ലോണം ലോല് ആക്കി വെക്കണം കേട്ടോ. അത് പതുക്കെ ഇരുന്ന് വേവണം. നമുക്ക് അടുത്ത കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ നീളത്തിലുള്ള ഉരുള ഉണ്ടാക്കുക. പെൻസിൽ നടുവിൽ വയ്ക്കുക. പതുക്കെ പെൻസിൽ തിരിച്ചു കൊടുക്കുക. കൈ കൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുക്കുക. പൊട്ടാതിരിക്കാൻ നോക്കണം, താഴെ മുകളിലും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പുള്ള കബാബ്, ഇങ്ങനെ നീളത്തിലുള്ള കബാബ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊന്ന് പെൻസിൽ തിരിച്ച് കൊടുക്കുമ്പോൾ അത് പൊട്ടാതെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ പൊട്ടില്ല, നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ പൊട്ടാൻ വഴിയില്ല. എങ്കിലും പൊട്ടാതെ നോക്കണം. 2 ഭാഗത്തും കൈ ഇങ്ങനെ ഷേപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക, പെൻസിൽ തിരിച്ചുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത കബാബും തയ്യാറായി. നമുക്ക് അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കബാബ് ഉണ്ടാക്കി. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കുകയായിരുന്നു കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പിന്നെ അത് നന്നായിട്ട് വേവില്ല. നമ്മുടെ അടുത്ത കബാബും തയ്യാറായി. അധികം എണ്ണ നമുക്ക് ഉണ്ടാക്കിയിടാൻ പറ്റില്ല. നമ്മൾ 2-3 എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നിറയെ ഇടരുത്. നമ്മുടെ ഈ കബാബും തയ്യാറായി. നമുക്ക് ഇതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട കബാബ് നല്ലോണം മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോഴേക്കും ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഇട്ട് കൊടുക്കട്ടെ. അത് ഇട്ട് കൊടുത്തു. ഇങ്ങനെ തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്. മീഡിയത്തിനേക്കാൾ ലോയിൽ വെച്ചാൽ മതി. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പതുക്കെ തിരിക്കുക പെൻസിൽ. കൈയും പതുക്കെ അതിൻ്റെ ഷേപ്പ് കൊടുക്കാൻ നോക്കുക. പെൻസിൽ സൂക്ഷിച്ച് ഊരിയെടുക്കുക. അതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ വേണ്ടൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത കബാബ് തയ്യാറായി. നല്ലോണം മൂത്തു ഗോൾഡൻ ബ്രൗൺ ആയി. ഇങ്ങനെ പാൻ നിറച്ച് കബാബ് ഉണ്ടാക്കിയിടരുത്. അപ്പോൾ തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. അത് 2-3 കബാബ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അഥവാ നീളത്തിലുണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പരത്തിയിട്ട് ഉണ്ടാക്കാം. കയ്യിൽ പരത്തിയിട്ട് നമ്മൾ സാധാരണ വട ഉണ്ടാക്കില്ലേ, പരിപ്പ് വടയൊക്കെ. അപ്പോൾ നല്ലോണം കനം കുറച്ച് പരത്താൻ നോക്കണം. കട്ടി കൂടി കഴിഞ്ഞാൽ ഉള്ളിൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കബാബ് നീളത്തിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വട്ടത്തിലും കബാബ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
പെട്ടെന്ന് ഹൈയിൽ വെച്ച് വേവിക്കരുത്, കുറച്ച് തീ താത്തി വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മുടെ എല്ലാ കബാബും നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്ക് വാങ്ങിയെടുക്കാം, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സോയ ചങ്ക്സ് കൊണ്ടുള്ള കബാബ് തയ്യാറായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ അയയ്ക്കുക, കമൻസ് എഴുതുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്